വാ 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 ഓ ഓ അണ്ട വാ 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 മോളെ ചിന്നു ആണ്ടവാ എന്നാ മോളെ നിനക്ക് വയ്യേ പനി വല്ലതും ആണോ? എല്ലാം ഈ പീരീഡ്സ് ആണ്. വയറുവേദന സഹിക്കാൻ വയ്യ. ഒരു മരുന്ന് കുടിക്കാന്ന് വിചാരിച്ചു. മരുന്ന്? നീ എന്തെന്നാ മോളെ പറയണേ? ഈ വയറുവേദനക്കൊക്കെ മരുന്ന് കഴിച്ച് ഇത് ഭാവിയിൽ എന്ത് പ്രശ്നമാവുന്നറിയോ? തൽക്കാലം നീ വെള്ള ജീരകം ഒലുവയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നോക്ക്. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം. മാസക്കുളി സമയത്ത് വേദന ചെറിയ തോതിലെങ്കിലും അനുഭവിക്കാത്ത സ്ത്രീകൾ ചുരുക്കമാണ്. പലപ്പോഴും വേദന എടുക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ അമ്മമാർ നമ്മളോട് വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, ഞാൻ അവൾക്ക് ഒരു ഗുളികയും കൊടുക്കാറില്ല, പിന്നെ ഈ ഗുളികകളൊക്കെ കഴിച്ച് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന്. ഈ കൊടുക്കുന്ന ഗുളികകളൊക്കെ വളരെ നിരുപദ്രവപരമായ ഗുളികകളാണ്. നമ്മൾ സാധാരണ കൊടുക്കുന്നത് മെഫനമിക് ആസിഡ് അഥവാ മെഫ്റ്റാൽ 500 മില്ലിഗ്രാം ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പനി വരുമ്പോൾ സാധാരണ പാരസെറ്റമോൾ, ക്രോസിൻ, ഡോളോ ഇതൊക്കെ കഴിക്കാറില്ലേ? പനി വരുമ്പോൾ ഈ ഗുളിക കഴിച്ചാൽ ഭാവിയിൽ എനിക്ക് പ്രശ്നം വരും എന്ന് പറഞ്ഞ് ആരെങ്കിലും കഴിക്കാതിരിക്കാറുണ്ടോ? അതുപോലെയേ ഉള്ളൂ മെഫനമിക് ആസിഡ്. പാരസെറ്റമോൾ കഴിക്കുന്നതിൽ തെറ്റില്ല, അതുകൊണ്ട് വേദന കുറയുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. പക്ഷേ പാരസെറ്റമോൾ കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ മെഫനമിക് ആസിഡ് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമോ ഇല്ല. തലമുറകൾ കൈമാറി വന്ന എല്ലാ കാര്യങ്ങളും അപ്പാടെ ഒഴുങ്ങിയിരുന്നാൽ വേദന സഹിച്ചു നിൽക്കേണ്ടി വരും. നിങ്ങളും ഞാനും അടങ്ങുന്ന പലരും ഇത് വിശ്വസിച്ച് വേദന നിന്നില്ലേ? ഇനി വരുന്ന തലമുറക്കെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടിക്കോട്ടെന്നേ. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം.